യക്ഷപ്രശ്നം. മഹാഭാരതത്തിലെ യക്ഷയുധിഷ്ഠിര സംവാദം. യക്ഷപ്രശ്നത്തിന് മുന്നോടിയായി നടന്ന സംഭവങ്ങൾ ആദ്യം ഒന്ന് ചുരുക്കി വിവരിക്കാം. പാണ്ഡവരുടെ വനവാസകാലത്ത് ഒരിക്കൽ അവർ ഒരു മുനി അഭ്യർത്ഥിച്ചതിനനുസരിച്ച് ഒരു മാനിനെ തേടി പുറപ്പെട്ടു. മാനിന്റെ കാൽപ്പാടുകൾ നോക്കി പിന്തുടർന്ന അവർ ഒരു ഘോര വനത്തിലെത്തിച്ചേർന്നു. അവിടെ വെച്ച് യുധിഷ്ഠിരന് അത്യധികമായ ദാഹം അനുഭവപ്പെട്ടു. സഹോദരൻ സഹദേവൻ അടുത്തുള്ള ഉയരമേറിയ ഒരു വൃക്ഷത്തിൽ കയറി ചുറ്റും നോക്കിയപ്പോൾ അധികം ദൂരെയല്ലാതെ ഒരു ജലാശയം സ്ഥിതി ചെയ്യുന്നതായി കണ്ടെത്തി. ഉടനെ തന്നെ എല്ലാവർക്കും വേണ്ടി ജലം കൊണ്ടുവരുവാനായി സഹദേവൻ പുറപ്പെടുകയും ചെയ്തു. സഹദേവൻ ജലാശയത്തിൽ നിന്നും ജലമെടുക്കുവാൻ തുനിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഞാൻ ഈ ജലാശയത്തിൽ ചിരകാലമായി കഴിയുന്ന ഒരു കൊക്കാണ്. ഈ ജലാശയം എൻ്റെ പൂർവിക സ്വത്താണ്. അതുകൊണ്ട് എൻ്റെ അനുവാദം കൂടാതെ ഈ ജലം കുടിച്ചാൽ നീ മരിച്ചു വീഴുന്നതാണ്. പക്ഷെ അതിനെ വകവയ്ക്കാതെ സഹദേവൻ ജലം കുടിക്കുകയും ഉടനെ തന്നെ മരിച്ചു വീഴുകയും ചെയ്തു. വളരെ നേരം കഴിഞ്ഞിട്ടും സഹദേവൻ തിരിച്ചു വരാത്തതു കണ്ട് യുധിഷ്ഠിരന്റെ ആജ്ഞപ്രകാരം നകുലൻ ജലാശയത്തിനടുത്തേക്ക് പോകുകയും തൻ്റെ സഹോദരനെ പോലെ മരണമടയുകയും ചെയ്തു. പിന്നീട് അർജുനനും ഭീമനും ഇതേ വിധം തന്നെ മരണത്തിന് ഇരയായി. അവസാനം തന്റെ 4 സഹോദരന്മാർക്ക് എന്തു സംഭവിച്ചു എന്നറിയുവാനായി യുധിഷ്ഠിരൻ സ്വയം തന്നെ ജലാശയത്തിനടുത്തെത്തി. അവിടെ കണ്ടത് കരയിൽ നിശ്ചലരായി കിടക്കുന്ന തന്റെ 4 സഹോദരന്മാരെ ആയിരുന്നു. നിശ്ചലരായി മരിച്ചു കിടക്കുന്ന അർജുനനെയും ഭീമനെയും നകുല സഹദേവന്മാരെയും കണ്ടിട്ട് ദുഃഖം സഹിക്കാനാവാതെ ഈ വീരന്മാരെ ആരായിരിക്കും വധിച്ചിട്ടുണ്ടാവുക എന്ന് യുധിഷ്ഠിരൻ ചിന്തിച്ചു. ഇവരുടെ ശരീരത്തിൽ ആയുധമേറ്റ പാടുകളില്ല. ഇവിടെയെങ്ങും ആരുടെയും കാൽപ്പാടുകളും കാണുന്നില്ല. ഇവരെ വധിച്ചയാൾ അസാമാന്യനാണെന്ന് തോന്നുന്നു. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് കുടിക്കുവാനായി അല്പം വെള്ളമെടുക്കുവാൻ വെള്ളത്തിലിറങ്ങുന്ന സമയത്ത് യുധിഷ്ഠിരൻ ആകാശത്തു നിന്നും ഈ വാക്കുകൾ കേട്ടു. ഞാൻ ചെറുമത്സ്യങ്ങളെ ഭക്ഷിക്കുന്ന കൊക്കാണ്. നിന്റെ അനുജന്മാരെ ഞാനാണ് പ്രേതലോകത്തിലേക്ക് എത്തിച്ചത്. അല്ലയോ രാജൻ, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ അങ്ങ് 5ാമനായി അവരെ പിന്തുടരും. സാഹസമരുത്. പണ്ടു മുതൽക്കേ ഈ ജലാശയം എൻ്റെ അധീനതയിലാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് വെള്ളം കുടിക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്യാം. ഇതു കേട്ട യുധിഷ്ഠിരൻ ചോദിച്ചു, അങ്ങ് ആരാണ്? രുദ്രന്മാരുടെയോ വസുക്കളുടെയോ മരുത്തുക്കളുടെയോ നായകനാണോ? ഒരു പക്ഷിക്കൊരിക്കലും ഇത് ചെയ്യുവാൻ കഴിയുകയില്ല. അല്ലയോ ബലവാന്മാരിൽ ഉത്തമനായവനെ, ദേവന്മാർക്കോ ഗന്ധർവന്മാർക്കോ അസുരന്മാർക്കോ രാക്ഷസന്മാർക്കോ പോരിൽ താങ്ങുവാൻ കഴിയാത്ത ഇവരെ പോരിൽ വീഴ്ത്തിയ അങ്ങ് ചെയ്ത കാര്യം മഹാത്ഭുതം തന്നെയാണ്. ഇതിൽ ഭവാന്റെ പങ്കെന്തെന്നോ അഭീഷ്ടമെന്തെന്നോ എനിക്കറിയില്ല. അതറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഇതു കേട്ട യക്ഷൻ യുധിഷ്ഠിരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനൊരു യക്ഷനാണ്. നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഞാൻ ജലചരനായ പക്ഷിയല്ല. മഹാബലവാന്മാരായ നിന്റെ അനുജന്മാരെയെല്ലാം വധിച്ചത് ഞാൻ തന്നെയാണ്. നിന്റെ ഈ അനുജന്മാർ ഞാൻ വീണ്ടും വീണ്ടും തടുത്തിട്ടും ബലമായി വെള്ളമെടുക്കുവാൻ ശ്രമിച്ചതുകൊണ്ടാണ് അവരെ ഞാൻ വധിച്ചത്. ജീവനെ കൊതിക്കുന്ന നീ വെള്ളം കുടിക്കരുത്. അല്ലെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് വെള്ളം കുടിക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്യാം. യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ലയോ യക്ഷ, നിന്റെ പൂർവ്വസ്വത്ത് ഞാൻ തീരെ ആഗ്രഹിക്കുന്നില്ല. സജ്ജനങ്ങൾ ഒരിക്കലും ആത്മപ്രശംസയെ അനുമോദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആത്മപ്രശംസ ചെയ്യാതെ എൻ്റെ ബുദ്ധിക്കനുസൃതമായി നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. നീ ചോദിക്കൂ. യക്ഷൻ ചോദിച്ചു, ആദിത്യനെ ഉയർത്തുന്നതാരാണ്? അവന്റെ കൂടെ സഞ്ചരിക്കുന്നവരാരാണ്? അവനെ അസ്തമിപ്പിക്കുന്നത് ആരാണ്? എന്തിന്മേലാണ് അവന്റെ നിലനിൽപ്പ്? യുധിഷ്ഠിരൻ പറഞ്ഞു, ആദിത്യനെ ഉയർത്തുന്നത് ബ്രഹ്മമാണ്. ദേവന്മാരാണ് അവന്റെ അനുചരന്മാർ. അവനെ അസ്തമിപ്പിക്കുന്നത് ധർമ്മമാണ്. സത്യത്തിലാണ് അവന്റെ നിലനിൽപ്പ്. യക്ഷൻ ചോദിച്ചു, ഭൂമിയേക്കാൾ ഭാരമേറിയവൻ ആരാണ്? ആകാശത്തേക്കാൾ ഉയർന്നത് ആരാണ്? വായുവിനേക്കാൾ വേഗതയുള്ളത് ആർക്കാണ്? പുല്ലിനേക്കാൾ കൂടുതലായുള്ളത് എന്താണ്? യുധിഷ്ഠിരൻ പറഞ്ഞു, മാതാവിനാണ് ഭൂമിയേക്കാളും ഭാരമുള്ളത്. പിതാവാണ് ആകാശത്തിനേക്കാൾ ഉയരമുള്ളവൻ. മനസ്സിനാണ് വായുവിനേക്കാൾ വേഗതയുള്ളത്. ചിന്തകളാണ് പുല്ലിനേക്കാൾ കൂടുതലായുള്ളത്. യാത്ര ചെയ്യുന്നവന്റെ മിത്രം ആരാണ്? രോഗിയുടെ മിത്രം ആരാണ്? മരിക്കുവാൻ പോകുന്നവന്റെ മിത്രം ആരാണ്? യാത്ര ചെയ്യുന്നവന്റെ മിത്രം സഹചരനാണ്. രോഗിയുടെ മിത്രം വൈദ്യൻ.
മരിക്കുവാൻ പോകുന്നവന്റെ മിത്രം ദാനവുമാണ്. ധർമ്മത്തിന് ഒരേ ഒരു ആധാരം എന്താണ്? യശസ്സിന്റെ ആധാരം എന്താണ്? സ്വർഗത്തിന് ആധാരം എന്താണ്? സുഖത്തിന് ആധാരം എന്താണ്? ധർമ്മത്തിന് ആധാരം ഉദാരതയും, യശസ്സിന് ആധാരം ദാനവും, സ്വർഗത്തിന് ആധാരം സത്യവും, സുഖത്തിന് ഒരേ ഒരു ആധാരം സൽസ്വഭാവവുമാണ്. നല്ല വസ്തുക്കളിൽ ഉത്തമമായത് എന്താണ്? സമ്പത്തിൽ ഉത്തമമായത് എന്താണ്? ലാഭങ്ങളിൽ ഉത്തമമായിട്ടുള്ളത് എന്താണ്? സുഖങ്ങളിൽ ഉത്തമമായിട്ടുള്ളത് എന്താണ്? നല്ല വസ്തുക്കളിൽ ഉത്തമമായത് ഉദാരതയും, സമ്പത്തിൽ ഉത്തമമായത് അറിവും, ലാഭങ്ങളിൽ ആരോഗ്യവും, ദുഃഖങ്ങളിൽ ഉത്തമമായിട്ടുള്ളത് തൃപ്തിയുമാണ്. ഈ ലോകത്തിലെ പരമമായ ധർമ്മം എന്താണ്? എന്നും ഫലം നൽകുന്ന ധർമ്മം എന്താണ്? എന്തിനെ നിയന്ത്രിച്ചാലാണ് ഒരുവൻ ദുഃഖിക്കാത്തത്? ആരുമായുള്ള സന്ധിയിലാണ് ക്ഷയിക്കാത്തത്? ഈ ലോകത്തിലെ പരമമായ ധർമ്മം അഹിംസ. സദാ ഫലം നൽകുന്ന ധർമ്മം വേദങ്ങൾ അനുശാസിക്കുന്ന കർമ്മം. മനസ്സിനെ നിയന്ത്രിച്ചാലാണ് ഒരുവൻ ദുഃഖിക്കാത്തത്. സജ്ജനങ്ങളുമായുള്ള സന്ധിയാണ് ക്ഷയിക്കാത്തത്. ഏകനായി സഞ്ചരിക്കുന്നത് ആരാണ്? ഒരിക്കൽ ജനിച്ചിട്ട് വീണ്ടും ജനിക്കുന്നത് ആരാണ്? തണുപ്പിനുള്ള പ്രതിവിധി എന്താണ്? വിളവുണ്ടാവുന്നതിൽ മഹത്തായത് ഏതാണ്? സൂര്യനാണ് ഏകനായി സഞ്ചരിക്കുന്നത്. ചന്ദ്രനാണ് ഒരിക്കൽ ജനിച്ചിട്ട് വീണ്ടും ജനിക്കുന്നത്. അഗ്നിയാണ് തണുപ്പിനുള്ള പ്രതിവിധി. വിളവുണ്ടാവുന്നതിൽ മഹത്തായത് ഭൂമിയാണ്.